ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ മേടിച്ചു കൊടുത്ത OnePlus ഫോണും അതിനുശേഷം ഉണ്ടായിരുന്ന OnePlus 6 ഞാൻ പിരിയുന്നതിന് ഒരു 2-3-4 ദിവസം മുമ്പാണ്, ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഒരു 70,000 രൂപ OnePlus മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാന്ത്വനം സീരിയലിലെ ആര്യ അനിൽ വിവാഹ വാഗ്ദാനം നൽകി 35 ലക്ഷത്തോളം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് രഞ്ജിത്ത് കുമാറിന്റെ ആരോപണം നമ്മളെല്ലാവരും അറിഞ്ഞാണ്. അതിൽ ആദ്യം നമ്മുടെ രഞ്ജിത്ത് കുമാറാണ് മുന്നോട്ട് വന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് എന്ന ചാനലിൽ മുന്നോട്ട് വന്നു. അതിനുശേഷം ഈ പറയുന്ന ആര്യയുടെ വോയിസും ഈ ഫസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ ആര്യയ്ക്ക് പറയാനുള്ള ആര്യയുടെ ഭാഗം നമ്മൾ രണ്ട് ഭാഗം കേട്ട് കഴിഞ്ഞു. രണ്ടുപേർക്കും പറയാനുള്ളത് അവരവരായിട്ട് പറഞ്ഞു. അത് ആര്യ പറയുന്നു ആര്യ കുറ്റം ചെയ്തിട്ടില്ലെന്ന്, രഞ്ജിത്ത് കുമാർ പറയുന്നു ആര്യ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ രണ്ടുപേരും ഒരു രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ആര്യയുടെ വോയിസിന് ശേഷം രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി പുതുതായിട്ട് വീണ്ടും തെളിവുകൾ അടക്കം, അതായത് ഗൂഗിൾ പേയിൽ അടക്കം ഈ പറയുന്ന പോലെ ആര്യയ്ക്ക് പൈസകൾ അയച്ചു കൊടുത്തത് ഉൾപ്പെടെയുള്ള തെളിവുകളും പിന്നെ വേറെ കുറച്ച് തെളിവുകളായിട്ടൊക്കെ ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. മറുനാടൻ എക്സ്ക്ലൂസീവിലാണ് വന്നിട്ടുള്ളത്, നമുക്കൊന്ന് കണ്ടുപോകാം. ആര്യയും ഞാനുമായിട്ട് 2017 മുതൽ 2021 വരെ പ്രണയത്തിലായിരുന്നു. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലയളവിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പൈസ അവരുടെ വീട് പണിയുടെ ആവശ്യത്തിനും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഫാമിലി എക്സ്പെൻസിനായിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ളതിലും അല്ലാതെയുമായിട്ട് 35 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. അതിനുശേഷം ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ പലതവണ തിരിച്ചു തരാൻ പല ഡേറ്റുകൾ പറയും, അങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടും തന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 2022 നവംബർ 26 പൂച്ചാക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2022 നവംബർ 26. അതിനുശേഷം അതിനും നടപടിയായില്ല. അതിനുശേഷം നവംബർ 29 വേറൊരു കംപ്ലയിൻറ്റ് വീണ്ടും പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊടുത്തു. അതിനും നടപടി വന്നില്ല. വീണ്ടും 2023 ജനുവരി 10 ആലപ്പുഴ SP കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഒരു സ്കൂട്ടർ ആര്യ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ സ്കൂട്ടർ 2023 ജനുവരി 15 എനിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടു തന്നു. അപ്പോൾ ഒരു സ്കൂട്ടർ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ, ഇത് രണ്ടും പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് വിട്ടുകൊടുത്തെന്ന് പറയുന്നുണ്ട്. ആര്യ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഈ പറയുന്നത് പോലെ അച്ഛനുമായിട്ടുള്ള എന്തോ പൈസ ഇടപാടാണ് എന്നുള്ള രീതിയിലാണ് ആര്യ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ സ്കൂട്ടർ ആര്യക്ക് യൂസ് ചെയ്യാൻ കിട്ടുമോ എനിക്കറിയില്ല. അത് എന്തോ എനിക്കൊരു ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ അച്ഛനുമായിട്ടുള്ള ഒരു കമ്പാരിസണിൽ വരുമ്പോൾ ഈ സ്കൂട്ടർ, ഈ വ്യക്തിയുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂട്ടർ എങ്ങനെ ആര്യക്ക് കിട്ടി, അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പൊ എന്തായാലും അതും അതിന്റെ തെളിവടക്കം ആര്യാണ് ഇനി അതെന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ട് പറയേണ്ടത്. എന്തായാലും അടുത്ത ബാക്കി കേൾക്കാം. പൈസയുടെ കാര്യത്തിൽ അന്നേരം ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ കോടതി മുഖാന്തരം പോകാനാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കിട്ടിയത് മറുപടി. ഞാനൊരു 1-2 മാസം വെയിറ്റ് ചെയ്തു. അപ്പോൾ 2023 മാർച്ച് 15 തന്നെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. 16 സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു. ആര്യയും വന്നു, അച്ഛനും വന്നു. അതിനുശേഷം 2023 മാർച്ച് 16 പൂച്ചാക്കൽ സ്റ്റേഷനിൽ വെച്ച് എനിക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ആ സമയത്ത് തന്നെ CIയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു തന്നു. അതുകൂടാതെ ഒരു 3 ലക്ഷം രൂപയുടെ ഏപ്രിൽ 17 ഡേറ്റിട്ട 2023 ഏപ്രിൽ 17 ഡേറ്റിട്ട് ഒരു 3 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു. ഈ 3 ലക്ഷം രൂപയുടെ ചെക്ക് മാറാനായിട്ട് ഏപ്രിൽ 17 മുതൽ ഞാൻ പലതവണ ബാങ്കിൽ പോയി. ഫെഡറൽ ബാങ്കിൽ എൻ്റെ സെയിം എനിക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെ ഉള്ളതുകൊണ്ട് പലതവണ ഞാൻ പോയി. പക്ഷേ അവിടുന്ന് എമൗണ്ട് ഇല്ലാതുകൊണ്ട് ആര്യ ആ സമയം പോലെ എനിക്ക് ചെക്ക് തന്നുകൊണ്ട് വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അത് 1 രൂപ പോലും ഇല്ലാതെ നെഗറ്റീവ് ബാലൻസിൽ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാറാൻ സാധിച്ചില്ല. ഞാനൊരു കൃത്യം ചെക്ക് ഡേറ്റ് മുതൽ 3 മാസം വരെ വെയിറ്റ് ചെയ്ത് കൃത്യം ഒരു 90ാമത്തെ ദിവസം ഞാൻ ചെക്ക് ബൗൺസാക്കി കയ്യിൽ വെച്ചു. എന്നിട്ട് നോട്ടീസ് അയച്ചു. അതിന് ആ സമയത്ത് അവരൊരു വ്യാജ ഡോക്യുമെൻറ്റ്, എനിക്കിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട ശേഷമാണ് എനിക്ക് ഒരു വന്നത്. അവർ എൻ്റെ പേരിൽ ഒരു വ്യാജ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചു. ആ വ്യാജ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കിയതിനെതിരെ ആർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. വ്യാജ ഡോക്യുമെൻറ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത ദിവസം, അതായത് 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ തന്ന ദിവസം 2 ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയതായിട്ട് എനിക്ക് ആര്യക്ക് ഞാൻ എഴുതി കൊടുക്കുന്നത്. എൻ്റെ ഒപ്പും എൻ്റെ വയസ്സ് വരെ തെറ്റിച്ച് കാണിച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ വ്യാജ ഒപ്പിട്ട ഒരു ഡോക്യുമെൻറ്റ് ആര്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി പറയുന്നതനുസരിച്ചിട്ട് ഒരു ചെക്ക് കൊടുത്തു, ആ ചെക്ക് മാറാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയപ്പോൾ ആ ചെക്ക് റിജക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തെറ്റ് തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വ്യക്തി ഈ തെളിവടക്കമാണ് കാണിക്കുന്നത്, ചെക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജ ഡോക്യുമെന്റും റിയൽ ഡോക്യുമെന്റും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇനി ആര്യ എന്തായാലും എക്സ്പ്ലനേഷൻ തരണം. തെളിവ് സഹിതമാണ് ഈ പറയുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്നത്. അപ്പോൾ ആരെയും അതിന് തെളിവായിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ട് ആര്യ സംസാരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഓരോന്ന് പറയുമ്പോഴും അതിന് തെളിവ് കാണിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഗൂഗിൾ പേയിൽ പല പ്രാവശ്യം അയച്ച ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിന് ആര്യക്ക് അയച്ചതോ അല്ലെങ്കിൽ ആര്യ തന്നെ അത് തെളിയിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനും ആര്യയുടെ അച്ഛനുമായിട്ട് അല്ല ബന്ധമെന്ന് തെളിയിക്കാൻ ഈ 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷൻ ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് തന്നത്. ആര്യയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള തന്നത്. പിന്നെ ആര്യക്ക് ഞാൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്തതും ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തതും എല്ലാത്തിൻ്റെയും രേഖകളും എല്ലാം എനിക്ക് 2 ലക്ഷം രൂപ തന്നതിൻ്റെ റെസീപ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം കോടതിയിൽ നിന്ന് അതിനുശേഷം വീണ്ടും ഒരു നടപടി ആകാത്തതിനെ തുടർന്ന് 2024
മാർച്ച് 22 ഞാൻ ചേർത്തലയിലായിരുന്നു സംഭവം നടന്നുകൊണ്ട് ചേർത്തല സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും. ചേർത്തല പിന്നെ അന്ന് തന്നെ ആലപ്പുഴ SP-ക്കും കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം 2024 മാർച്ച് 27 ചേർത്തല കോടതിയിൽ CMB ഫയൽ ചെയ്ത് അവിടുന്ന് FIR ഇടാൻ ഓർഡറാക്കി. ഏപ്രിൽ 2 FIR ഇട്ടിട്ടുള്ളതാണ്. അതിനുശേഷം FIR ഇട്ടത് ശേഷം വാർത്താമാധ്യമങ്ങൾ ഇത് അറിഞ്ഞു, എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് വന്നത്. ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞതുപോലെ ആര്യയുടെ അക്കൗണ്ടിൽ നിന്നും പൈസ തനിക്കിപ്പോ 2 ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് തന്നെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അച്ഛന്റെ കടം മക്കൾ തീർക്കും, മക്കൾ അയച്ചെന്നു പറഞ്ഞാൽ അതിൽ വേറെ സംഭവമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സ്കൂട്ടിയുടെ കേസ് സ്കൂട്ടി അങ്ങനത്തെ കുറച്ച് കേസുകൾ, അതൊക്കെ പിന്നെ ഈ സ്റ്റെപ്പായിട്ട് സാധനങ്ങൾ മേടിക്കാനെന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ബാംഗ്ലൂരൊക്കെ അയച്ചു കൊടുത്തു പൈസ എന്ന് പറഞ്ഞ് ഇയാൾ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ, കാര്യങ്ങൾ, അതിനൊക്കെയാണ് നമുക്കിനി എക്സ്പ്ലനേഷനും ആര്യയുടെ ഭാഗത്തുനിന്ന് അതെന്താണെന്നുള്ള കറക്റ്റ് തെളിവടക്കം അയക്കേണ്ടത്. മനസ്സിലായി? ആ കാര്യങ്ങളൊക്കെയാണ് തെളിയിക്കേണ്ടത്. അല്ല അതിപ്പോൾ ആര്യ വന്നിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് 2 ലക്ഷം രൂപ അയച്ചു തന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും കല്യാണത്തിന്റെ കേസ് എന്ന് പറഞ്ഞൊന്നല്ല. മനസ്സിലായ? അതിപ്പോൾ അച്ഛന്റെ കടം മകൾ തീർക്കാൻ വേണ്ടി മകൾ അയച്ചു തരാനും പോസിബിലിറ്റിയാണ്. അതിൽ ആര്യ ഞാൻ തെറ്റു പറയത്തില്ല. ഓക്കെ, ബാക്കിയേക്കാം. ആര്യയുടെ അച്ഛനുമായിട്ടായിരുന്നു സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ട്. ആര്യയുടെ അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ടെങ്കിൽ ആര്യ എന്തിനാണ് 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് തന്നത്? ആര്യയ്ക്ക് ഞാൻ ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതും എനിക്ക് പല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തതും എല്ലാത്തിൻ്റെയും രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേഷനിൽ. ഇനി ആർക്കെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അതിൻ്റെ കോപ്പികൾ ഞാൻ തരാൻ തയ്യാറുമാണ്. പിന്നെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആര്യ എനിക്കെതിരെ കേസ് കൊടുക്കണം. എന്ത് നിയമ നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാര്യം എൻ്റെ കയ്യിൽ പൂർണ്ണമായ എവിഡൻസ് ഉണ്ട്, എല്ലാത്തിനും എവിഡൻസ് ഉണ്ട്. അതെ, ആ പറഞ്ഞത് പോയിന്റാണ്. അതായത് ഈ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ കള്ളമാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ ആര്യ നിയമപരമായി നീങ്ങ തന്നെ ചെയ്യണം. ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കണം. അതിൽ വേറെ ഒരു കോംപ്രമൈസും വേണ്ട. കാരണം ന്യൂസൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇതുപോലെ ഓരോ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ ആര്യയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആര്യ ഉറപ്പായിട്ട് കേസ് കൊടുക്കുക തന്നെ ചെയ്യണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. മനസ്സിലായി? ഒരു കാര്യമില്ല. എന്തിന് മടിക്കണം? കേസ് കൊടുക്കണം. തനിക്കെതിരെ ഒരു ഫേക്കായിട്ട് ഒരാളൊരു ആലിഗേഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കേസ് കൊടുത്ത് തന്നെ അത് ഡീൽ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായ? ബാക്കിയൊക്കെ ഞാനിവിടെ തെറ്റി പിരിഞ്ഞതിന് ശേഷം ഒരു 4 ലക്ഷം രൂപ എനിക്ക് പിരിയുന്ന സമയത്തും ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നു. സ്റ്റേഷനിൽ വഴി ഒരു 2 ലക്ഷം തന്നു. ഒരു 6 ലക്ഷം തന്നിട്ടുണ്ട്. അതിനുശേഷം ആ വീടിന് വേണ്ടി മുടക്കിയ പൈസ മാത്രമാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, 20 ലക്ഷം രൂപ. ബാക്കി പൈസയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. എനിക്ക് ഫർണിച്ചർ, അലമാര, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, മൊബൈൽ ഫോൺ, കട്ടിൽ, എല്ലാ സാധനങ്ങളും, ബെഡ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അലമാര, അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും എന്നെ കൊണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആര്യ കട്ടിൽ വരെ താങ്കളുടെ കാശാണ്? അതെ, ആര്യ കിടക്കുന്ന കട്ടിൽ, അവരുടെ എല്ലാ സാധനങ്ങളും, വീട്ടിലെ സർവ്വ സാധനങ്ങളും, പിന്നെ ആര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ, ആര്യയുടെ മൊബൈൽ നമ്പറിലുള്ള സിം ഏത് ആളുടെ പേരിലെടുത്ത IMEI നമ്പറിലാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഞാൻ മേടിച്ചു കൊടുത്ത OnePlus-ന്റെ ഫോണും അതിനുശേഷം ഉണ്ടായിരുന്ന OnePlus 6 ഞാൻ പിരിയുന്നതിന് ഒരു 2-3-4 ദിവസം മുമ്പാണ്, ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഒരു 70,000 രൂപ OnePlus മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയിന്റ്. അതായത് രഞ്ജിത്ത് പറഞ്ഞാൽ അത് പോയിന്റ് എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള കടബാധ്യത തീർക്കാനാണ് ഈ ഒരു സീനെങ്കിൽ ആര്യയ്ക്ക് അങ്ങേര് സിം എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഫോൺ എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആ സിം ഇങ്ങേരാണ് എടുത്തു കൊടുത്തതെങ്കിൽ ആര്യ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിം, അല്ലെങ്കിൽ നിലവിൽ യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്ന ആരോപണം വെച്ചിട്ട് ആര്യ യൂസ് ചെയ്തിരുന്ന സിമ്മോ ആവാം, ചിലപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന സിമ്മോ ആവാം. അത് എന്തായാലും ആരുടെ പേരിലാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ നടക്കാൻ, ഈ വ്യക്തി പറഞ്ഞതുപോലെ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള കടബാധ്യത പ്രശ്നങ്ങളിൽ ഈ വ്യക്തി എന്തിനാര്യക്ക് സിം എടുത്ത് കൊടുക്കണം? മനസ്സിലായ? ഈ വ്യക്തി എന്തിനാര്യക്ക് സിം എടുത്ത് കൊടുക്കണം? ഇതാണ് എന്റെ ചോദ്യം. അതുപോലെ ആ സിമ്മിന്റെ കാര്യം, ഈ ഫോണ് ആരുടെ പേരിലാണ് എടുത്തത്, അതൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പൊ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ആയി കൺക്ലൂഡ് ആയി വരും. എന്തായാലും സത്യം ജയിക്കട്ടെ. ആര്യയുടെ ഭാഗം, ആര്യയുടെ തെളിവുകളും കാര്യങ്ങളും നമ്മളെല്ലാവരും, പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആര്യയ്ക്കും എന്തെങ്കിലും പറയാൻ കേൾക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.